വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തേർഡ് സെം ആയ ഇംഗ്ലീഷ് ആണ്. BA ഹ്യൂമാനിറ്റീസ്കാരൻ്റെ ഇംഗ്ലീഷാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് ബംഗാരി മാധവന്റെ. ഇനി നമുക്ക് ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് വേണമെങ്കിൽ അതിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് അപ്പോൾ വേണ്ടവർ ജോയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് വങ്കാരി മത്തായി മെയിൻ മെസ്സേജ് ഇൻ ഹർ നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച്. അപ്പോൾ നോബൽ സമ്മാനം ലഭിച്ച പ്രസംഗത്തിൽ വങ്കാരി മത്തായിയുടെ പ്രധാന സന്ദേശം മെസ്സേജ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. അതായത് ആൻസർ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, ശാക്തീകരണം എന്നിവയുടെ പ്രാധാന്യമാണ് ബംഗാരി മാത പ്രധാന അയക്കാണ്ട് മെസ്സേജ് അയക്കാണ്ട് നമുക്ക് തന്നത്. പരിസ്ഥിതി അതായത് എൻവയോൺമെന്റ് സംരക്ഷിക്കുന്നതിലൂടെയും സാമൂഹിക നീതിയിലൂടെയും സമാധാനത്തിനായി അവർ വാദിച്ചു. അതാണ് ബംഗാരി മാത തന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ബംഗാരി മാത ലിങ്ക് എൻവയോൺമെന്റൽ കോൺസർവേഷൻ ടു പീസ് ആൻഡ് ഡെമോക്രസി ഇൻ ഹർ സ്പീച്ച്. അതായത് ബംഗാരി മാത തന്റെ പ്രസംഗത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെ സമാധാനവും ജനാധിപത്യമായും എങ്ങനെ ബന്ധിപ്പിച്ചു എന്നതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ആൻസർ നോക്കാം. അതായത് വങ്കാരിമാതെ പറയുന്നത് നല്ല ജനാധിപത്യ ഭരണം ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് നല്ലൊരു എൻവയോൺമെന്റിൽ കിട്ടൂ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എൻവയോൺമെന്റൽ തകർച്ചയുണ്ടായാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? റിസോഴ്സ് സ്കാർസിറ്റി ആവല്ലേ. അതായത് നമുക്ക് ദൗർബല്യമായിക്കാണ്ട് വിഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടല്. അത് നമുക്ക് എന്തിനു വഴിവെക്കും? അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും നല്ല പീസ്ഫുൾ അല്ലാത്ത നല്ല സുഖമില്ലാത്തൊരു ജീവിതമായിരിക്കും പിന്നെ മുന്നോട്ട് പോകുക എന്നാണ് വങ്കാരി മാതെ പറയുന്നത്. നല്ല ഭരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ലൊരു സമാധാനത്തിലുള്ളൊരു സമൂഹം ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പീസും അതായത് സമാധാനവും ജനാധിപത്യവും ഒരു ഇതിൽ ബന്ധിപ്പിച്ച് എന്ന് പറയുന്നത്. കാരണം നല്ല ഭരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല എൻവയോൺമെന്റ് ഉണ്ടാവുള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായകമായി വങ്കാരി മത്തായി എന്താണ് ഊന്നി പറഞ്ഞത്. അതായത് പോവർട്ടി, കോൺഫ്ലിക്റ്റ്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ വെല്ലുവിളികളെ മറികടക്കാൻ ധാർമ്മിക നേതൃത്വം, പരിസ്ഥിതി ഉത്തരവാദിത്വം, എല്ലാ പൗരന്മാരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം എന്നിവയുടെ ആവശ്യകത വങ്കാരി മാതെ പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു വങ്കാരി മത്തായി വാട്ട് ഈസ് ദ നെസസറി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വങ്കാരി മത്തായിയുടെ അഭിപ്രായത്തിൽ സുസ്ഥിര വികസനത്തിന് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്താണ് വേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് പരിസ്ഥിതിയോടുള്ള ബഹുമാനം, റിസോഴ്സിന്റെ തുല്യമായ ഡിസ്ട്രിബ്യൂഷൻ അതായത് വിതരണം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഭരണം എന്നിവ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് സുസ്ഥിര വികസനത്തിന് വേണ്ടത് എന്നാണ് വങ്കാരി മാതെ അഭിപ്രായപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് ഹാവിങ് എ ഫീലിംഗ് ദാറ്റ് വി ബിലോങ് ടു എ ലാർജ് ഫാമിലി. നമ്മൾ ഒരു വലിയ കുടുംബത്തിൽ പെട്ടവരാണെന്ന് തോന്നലിൻ്റെ ഗുണമെന്താണ്? ഒരു വലിയ മനുഷ്യ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത് മറ്റുള്ളവരോടും ഗ്രഹത്തോടും അനുകമ്പ, ഐക്യം, ഉത്തരവാദിത്വ ബോധം എന്നിവ വളർത്തുന്നു. ഇത് ആഗോള പ്രശ്നങ്ങൾ കൂട്ടായി പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അക്കോർഡിംഗ് ടു വങ്കാരി മത ഈസ് ദ ചാലഞ്ച് ഓഫ് അവർ ജനറേഷൻ. വങ്കാരി മത്തായുടെ അഭിപ്രായത്തിൽ നമ്മുടെ തലമുറയുടെ വെല്ലുവിളി എന്താണ്? എന്താണ് മെയിൻ ചാലഞ്ചസ് എന്ന് പറയുന്നത്? റിസ്റ്റോർ ദ എൻവയോൺമെന്റ്, പ്രൊമോട്ട് ട്രീസ് ആൻഡ് ഹോൾഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? പരിസ്ഥിതി പുനഃസ്ഥാപിക്കുക, അതായത് പരിസ്ഥിതി എൻവയോൺമെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, സമാധാനം പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ എൻവയോൺമെന്റ് നന്നായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുള്ളൂ. നമ്മുടെ ഭരണവും അതേപോലെ എൻവയോൺമെന്റും നന്നാവണം.
കൊണ്ടുപോകണം. പിന്നെ അതേപോലെ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണം അല്ലേ? ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിക്കാണ് വങ്കാരി മാത അപ്പോൾ ന്യൂ ജനറേഷന്റെ ചാലഞ്ചസ് ആയിക്കാണ്ട് പറയുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റൂൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ മെയിൻറ്റെയിൻസ് എൻവയോൺമെന്റൽ ബാലൻസ്? അതായത് എൻവയോൺമെന്റൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബയോഡൈവേഴ്സിറ്റിന്റെ റോള് അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ആൻസർ എന്ന് പറയുന്നത് പരാഗണം, പോഷക സൈക്ലിംഗ്, കാലാവസ്ഥ നിയന്ത്രണം തുടങ്ങിയ പ്രക്രിയകളെ പിന്തുണച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ജൈവ വൈവിധ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും തടസ്സങ്ങൾക്കും എതിരായ പ്രതിരോധ ശേഷി ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. വൈവിധ്യമാർന്ന വർഗങ്ങൾ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഉൽപാദനക്ഷമതയ്ക്കും സംഭാവന നൽകുന്നു. ഇത് മനുഷ്യന്റെ ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും പിന്തുണക്കുന്നു. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ഡിഗ്രേഡേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ട്രിഗർ പോവർട്ടി ആൻഡ് കോൺഫ്ലിക്റ്റ്? അതായത് പരിസ്ഥിതിയുടെ എൻവയോൺമെന്റിന്റെ തകർച്ച ദാരിദ്ര്യത്തിനും സംഘർഷത്തിനും കാരണമാക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരമാണ് വനനശീകരണം, മണ്ണൊലിപ്പ് തുടങ്ങിയ പരിസ്ഥിതി നാശം പ്രത്യേകിച്ച് പ്രകൃതി റിസോഴ്സിന്റെ ആശ്രയിക്കുന്ന സമൂഹങ്ങൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. ഈ ദൗർബല്യം അല്ലെങ്കിൽ സ്കാർസിറ്റി പരിമിതമായ ലിമിറ്റഡ് ആയ റിസോഴ്സിലേക്കായുള്ള മത്സരം വർദ്ധിപ്പിക്കുകയും ദാരിദ്ര്യത്തിനും സാമൂഹിക പിരിമുറുക്കത്തിനും കാരണമാക്കുകയും ചെയ്യും. കാലക്രമേണ ഇത് സംഘർഷത്തിലേക്ക്, കോൺഫ്ലിക്റ്റിലേക്ക് വഴിതിരിയുകയും സമാധാനവും സ്ഥിരതയും തകരുകയും ചെയ്യും. ഇതാണ് അപ്പോൾ പരിസ്ഥിതിയുടെ തകർച്ച വന്നാൽ ദാരിദ്ര്യത്തിനും അപ്പോൾ സംഘർഷത്തിനും കാരണമാകുന്നത് ഇങ്ങനെയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എൻവയോൺമെന്റൽ ചാലഞ്ചസിനെ നേരിടുന്നതിൽ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വങ്കാരി മാത എന്ത് പങ്കാണ് നൽകുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ആണ്, അപ്പോൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ പരിഹരിക്കുന്നതിൽ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും നിർണായക പങ്കുണ്ടെന്ന് വങ്കാരി മാത വിശ്വസിച്ചു. സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, മരങ്ങൾ നടുകയും പ്രാദേശിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം പോലുള്ള അടിസ്ഥാന പ്രസ്ഥാനങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചു. വ്യക്തികളുടെ ചെറിയ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ കാര്യമായ പാരിസ്ഥിതികവും അതായത് എൻവയോൺമെന്റൽ സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ പറഞ്ഞു. അതായത് വങ്കാരി മാത പറഞ്ഞു.